ജേസൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഭ്രാന്താണ്. ഇന്ത്യക്കാരുടെ ആഗ്രഹം ഇന്ന് നിറവേറ്റാൻ പോവുകയാണ്. ക്രിസ്മസ് ആഘോഷം, അത് ആ ഒരു രാത്രിയിൽ, ക്രിസ്മസിൻ്റെ രാത്രിയിൽ അത് കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനും എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ നട്ടപ്പാതിരാക്കാണ് കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എന്ത് കണ്ടു എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ആദ്യം കണ്ടൊരു പള്ളിയാണിത്. ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ആളും കാര്യങ്ങളൊന്നും കാണില്ല. ഞങ്ങൾ ലക്ഷ്യം വെച്ച് വേറൊരു പള്ളിയുണ്ട്. ഞാൻ ക്ലിനിക്കൊക്കെ പോണ ഒരു വഴിയും കൂടെയാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു പള്ളി, പരിയാപുരത്ത് വരുന്ന ഈ ഒരു പള്ളി എപ്പോഴും ഞങ്ങൾ കാണലുണ്ട്. അപ്പോൾ ഇവിടെ വരണം എന്നായിരുന്നു ഞങ്ങളെ തീരുമാനം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരുപാട് ആളുകൾ കണ്ടോ, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പള്ളിൻ്റെ അടുത്തേക്ക് നടന്നു. ഗേറ്റൊക്കെ ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ട്. പുറത്താണ് കുറേ ആളുകൾ ഉള്ളത്. ഉള്ളിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പിന്നെ പക്ഷെ കാണാൻ വന്ന ആളുകളൊക്കെ വേറെ റിലീജിയനിലുള്ള ആളുകളായതുകൊണ്ടായിരിക്കാം പുറത്താണുള്ളത്. പിന്നെ ഒരു ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കാണാം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ എന്ത് ചെയ്തു, ഗേറ്റിനൊന്നും കൂടെ ഒന്നവിടെ അടച്ചു കഴിഞ്ഞു. അവർക്കൊരു ഇഷ്ടപ്പെടാത്തൊരു രീതി തോന്നി. നമ്മൾ ആ ഒരു മതസൗഹാർദ്ദം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എന്തോ നമ്മളടുത്തുള്ള ആ ഒരു ബിഹേവിയർ എന്തായാലും നമുക്കതൊരു ഫീലായി. അത് കാരണം നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ എൻ്റെ വീടിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു പള്ളിയുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. അത് MESൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയിട്ടാണുള്ളത്. ഞങ്ങളവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരുമത്തറത്തിൻ്റെ അതിൽ കൂടി MESക്ക് ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ അതും ഞാൻ ക്ലിനിക്കൊക്കെ പോണ വഴിയാണ് ഇതൊക്കെ. ഇതും കൂടുതൽ ക്രിസ്ത്യൻസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഞാൻ എന്നും പോണൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പള്ളിയും ഞങ്ങൾ ഇതുപോലെ നമുക്ക് വരണം, ക്രിസ്മസിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിട്ടതാണ്. അപ്പോൾ ഇവിടെ പോയി നോക്കട്ടെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കവിടെ എത്തിയിട്ട് കാണാം. ആ ഒരു പള്ളിയിൽ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടല്ലോ, ഇവിടെ അത്രത്തോളം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ കുർബാനയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് വരെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കുർബാനയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളൊന്നുമില്ല. പ്രോഗ്രാമും കാര്യങ്ങളും ഇങ്ങനെയൊന്നും കാണാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ കണ്ട് അവിടെ നിന്ന് തന്നെ വണ്ടി തിരിച്ച് ഇങ്ങനെ പോന്നു കേട്ടോ. അവിടെ നിന്ന് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ അടുത്തുണ്ട് ഒരു കൊക്കോ കൃഷി. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ഇത് എപ്പോഴും ഞങ്ങൾ നോട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇതൊരു അപ്പാപ്പൻ്റെതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി അപ്പാപ്പനെ കാണണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ പറ്റിയിട്ടില്ല. ഇനിയൊരു സമയത്ത് പോവണം എന്തായാലും. ഇപ്പോൾ കണ്ടല്ലോ, കൊക്കോ നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു പള്ളി ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നല്ലോ, ചെറുമല പരിയാപുരത്തെത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു പള്ളിയാണ്. അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് ഈ പള്ളിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് വീണ്ടും തിരിച്ച് ഞങ്ങളിവിടെ വന്നു. കൂടുതലൊന്നും ഇവിടെ കാണാനില്ല. ആളുകൾ ഇവിടെയും കുർബാന തന്നെ തോന്നുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഈ പള്ളിയിലുണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ പ്രോഗ്രാമൊന്നും ഇല്ല. പരിയാപുരത്തുള്ള പള്ളിയിൽ പിന്നെ അവിടെയാണ് ഒക്കെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ തന്നെ നിന്നു. കുറച്ച് വണ്ടി മുകളിലാക്കിയിട്ട് നിർത്തിയിട്ട് തിരിച്ചു വരുമായിരുന്നു, കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അവിടുന്ന് ഈ പടക്കം പൊട്ടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഞങ്ങൾ തിരിച്ചു വന്നു. കാരണം ഇത് കാണാനാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു ഇതിൽ, കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായല്ലോ പോകാൻ, അത് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്കും കൂടെ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ അത് എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെ നിങ്ങളും ഈ ഒരു ക്രിസ്മസ്
കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു, ഇത്രേ കാണാൻ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസുകളും കാര്യങ്ങളും പുതിയതിടുന്നവർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചാനലാണ് എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാം ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കൗൺസിലിംഗ് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ എൻ്റെ ക്ലിനിക്കിൽ കൗൺസിലിംഗ് ആവശ്യമുള്ള വരാം. പടപ്പറമ്പ് അഷ്റഫ് ക്ലിനിക്കിലാണ് ഞാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നാട്ടുമംഗലം ദാറുഷിഫ ക്ലിനിക്കിലും ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഴ്ചയിലൊരു ദിവസം ഞാൻ അവിടെ ഉണ്ടാകും. കൗൺസിലിങ്ങിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 ക്ലിനിക്കിൽ